എന്റെ ദൈവമേ, ശ്വേത ചേച്ചി, ഈ പട്ടി പറഞ്ഞ പച്ചക്ക് തിന്നാനേ. പട്ടിയെ കുറ്റം പറയാനും ഒക്കത്തില്ല. ഒരു ഫുൾ സൈസ് ഫ്രെയിം ഇല്ലാത്ത എല്ല് നിൽക്കുന്ന കണ്ടാ പട്ടി വെറുതെ വിടുവോ? അടുപ്പ് കത്തുന്നുമില്ല. എന്റെ ദൈവമേ, ചുമക്കാനെങ്കിലും ഉള്ള ഒരു ചിരി ഉയരെനിക്ക് തരണേ. ഒരു മെനകെട്ട മുതലാളി പുകയില്ലാത്ത അടുപ്പാന്ന് പറഞ്ഞ് പണിക്ക് വിളിച്ചോണ്ട് വന്നതാ എന്നെ ഇവിടെ. എന്നിട്ട് ഞാനിപ്പോ ഇവിടെ നിന്നു പുകയുവാ. ശ്വേത ചേച്ചി, നിങ്ങൾ എന്നോട് പറയണം, അങ്ങനെ ഇവിടെ എരിഞ്ഞു തീരാനുള്ളതാണോ എന്റെ ഈ ഓജസും തേജസും? കാര്യം ചേച്ചിക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. സൗന്ദര്യത്തിന്റെ കാര്യം വരുമ്പം ഞാനും ശ്വേത ചേച്ചിയും ഒരേ ത്രാസിലാന്നല്ലോ. അസൂയ മൂത്ത് ആരും പോയി തൂക്കി നോക്കണ്ട. ശ്വേത ചേച്ചി വിഷമിക്കുന്ന കണ്ട എനിക്ക് സങ്കടം. മുതലാളി, മുതലാളി, നീയായിരുന്ന? ഞാൻ ഓർത്ത് എന്റെ തലേന്ന് വീണ വിറക് ചുള്ളിയായിരിക്കും. എടീ, ഞാൻ ഈ ഹോട്ടലിന്റെ മുതലാളിയാണ്. എന്നെ കൊണ്ടാണ് നീ ഈ വിറക് മൊത്തം ചോമ്പിക്കുന്നത്. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. എനിക്ക് വേണ്ടി ഒരു കെട്ട് വിറകും തലയിൽ വെച്ച് നിൽക്കുന്ന മുതലാളിയെ കാണുമ്പം എനിക്ക് എന്തോ തോന്നിയെന്ന് പറയട്ടെ. പറയടി. 5 സ്റ്റാർ ഹോട്ടലിന്റെ ഗെറ്റപ്പും തട്ടുകടയുടെ സെറ്റപ്പും. ഊണ് വെക്കാൻ ഉള്ള വിറക് റെഡി. അങ്ങനാണെങ്കിൽ ഊണ് റെഡി. വിറക് വരുന്നതിന് മുമ്പ് ഊണ് വെച്ചാടി നീ? ഇല്ല, നോക്ക്, ഊണ് റെഡി എന്നുള്ള ബോർഡ് റെഡി. മുതലാളി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഗ്യാസ് തീർന്നപ്പോ നാട്ടിലുള്ള സകല ഹോട്ടലും അടച്ചുപൂട്ടി. ഈ മനുഷ്യൻ എന്തിനാ ഇതിങ്ങനെ 24 മണിക്കൂറും തുറന്നിട്ടേക്കുന്നേ? സംഭവം വെച്ചാലേ ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്കും ആഗ്രഹമുണ്ട് ഈ കട അടച്ചു പൂട്ടണമെന്ന്. പക്ഷെ ഇതിന്റെ താഴും താക്കോലും ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു. ഞാൻ ഇതങ്ങനെ അടച്ചു പൂട്ടി. മുതലാളി തന്നെ. നീ എന്നെ മണ്ടാന്ന് വിളിക്കാതെ നീ പോയി അടുപ്പ് കത്തിക്കടി. ഇപ്പൊ ആള് വരും. അടുപ്പേലൂതാനോ? ഇവിടെ ഊണ് കഴിക്കാൻ. പിന്നെ വർത്താനം കേട്ടാ തോന്നി ഇവിടെ അങ്ങ് അണപൊട്ടി ഒഴുകുവാന്ന്. അങ്ങനെ എന്റെ ഹോട്ടലിനെ കളിയാക്കൽ കേട്ടോ. എന്റെ അപ്പനപ്പൂമാരുടെ കാലം തൊട്ട് ഞങ്ങൾ വലിയ ഹോട്ടലുകാരായിരുന്നു. അന്നേരം തലമുറയായിട്ടേ നാട്ടുകാരെ ദ്രോഹിച്ച് അതും ഇതും പറയാൻ നിൽക്കാതെ പോയി ബീട്രൂട്ട് എടുത്ത് അരിയടി തോരന്. എവിടെ ഇരുന്ന് അരിയണം മുതലാളി? ഇവിടെ ഇരുന്ന് അരിയണം. ഇതിനകത്തൊക്കെ ഇരുന്ന് അരിഞ്ഞ മുതലാളിയുടെ അതല്ലെന്ന്, അവിടെ പോയി മെനക്കിരുന്ന് അരിയാൻ. ഞാൻ എങ്ങനെ ഇത് അരിയണം മുതലാളി? കുനുകുനാന്നരിയണം. കുനുകുനാന്നരിയാൻ എനിക്ക് അറിഞ്ഞൂടാ മുതലാളി. ഇവളെന്നെ കുനുകുനാന്നരിയാൻ പഠിപ്പിക്കും. ഇന്ദുലേഖേ, ഇടത് കയ്യിൽ ബീട്രൂട്ട് എടുക്കുക, വലത് കയ്യിൽ കറിക്കത്തി എടുക്കുക, എന്നിട്ട് കുനുകുനാന്നരിയുക. എങ്ങനെ അരിയണം മുതലാളി? കുനുകുനെ ചെറു കുറുനിരകൾ ചുവടിടും കവിളുകളിൽ. ചെറു കുറുനിരകൾ ചുവടിടും കവിളുകളിൽ. മുതലാളി, അരിഞ്ഞു കഴിഞ്ഞൊരു ഹാ വെച്ചത് എന്തിനാ? അത് ഞാൻ ബീട്രൂട്ട് തള്ളി ആ ബക്കറ്റ് ഇട്ടതാ. അരിഞ്ഞോണ്ട് ഇവിടെ നിന്നാ മതിയോ? സാമ്പാർ വെക്കണ്ടേ? സാമ്പാർ വെക്കണം. മുതലാളി, ഞാൻ വെക്കുന്ന സാമ്പാർ കൂട്ടിട്ടുണ്ടോ? എന്ത് രസമാണെന്നറിയോ? പക്ഷെ നീ വെക്കുന്ന രസത്തിൽ ആ സാമ്പാർ ഇല്ലോടി. കാര്യം കഷ്ണങ്ങളെ ഞാൻ അരിയുന്നുള്ളൂ. അരപ്പ് കൂട്ടുന്ന മുതലാളിയാണോ? കഷ്ണം അരിയുന്ന കാര്യം പറഞ്ഞപ്പോളാ. ഈ സാമ്പാറിന്റെ കഷ്ണം അരിയുമ്പോ എങ്ങനെ അറിയോ? കത്തിരിക്ക ഈ നീളത്തി അരിയണം, വെണ്ടയ്ക്ക ഈ നീളത്തി അരിയണം, പടവലങ്ങ ഈ നീളത്തി അരിയണം. അങ്ങനെ ആണെങ്കിൽ മുതലാളിയുടെ ഈ വിരൽ എനിക്ക് തരണം മുതലാളി. മുതലാളി ഇല്ലാത്തപ്പോ എനിക്ക് അളവ് തെറ്റത്തില്ല. മുതലാളി, ഇവിടെ വെച്ചത് നെയ്യപ്പം കവറും കൂടെ മുതലാളി എന്തോ ചെയ്ത്? അയ്യോ, അത് നെയ്യപ്പായിരുന്നോ? ഞാൻ ഓർത്ത് റബ്ബറിന്റെ ഒട്ടുപാല എന്നോർത്ത് കടയിൽ കൊണ്ട് വിൽക്കുകയും ചെയ്ത് 300 രൂപ മേടിച്ചു. ഒന്നോർത്ത് അത് നല്ലതാ. ഇവിടെ വരുന്ന കസ്റ്റമറും അത് തന്നെ പറയുന്നേ. ഇവിടുത്തെ നെയ്യപ്പത്തെക്കാളും നല്ലത് ഒട്ടുകറയാണ് മുതലാളി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് അരി ഇടുമ്പോ ഒരു 10 കിലോ അരി കുറച്ചിട്ടാ മതി. എന്താ മുതലാളി? ഞാൻ ഇന്ന് മുതൽ ഡയറ്റിലാണ്. എന്നിട്ടാണോ മുതലാളി ഇവിടുന്ന് ചണ്ടപ്പം മുഴുവൻ ഒറ്റ എരിപ്പിനെ തിന്നു തീർത്തത്? ചണ്ടപ്പോ? ഇടിയപ്പം. മുതലാളി പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഞാൻ മുതലാളിക്ക് ഒരു ശല്യമാന്ന്. പണ്ടൊരു കർക്കിടക വാവ് ദിവസം പന്നിപ്പനി പിടിച്ച് പനിച്ച് വിറച്ച് ഇവിടെ കിടന്ന മുതലാളിയെ കാക്കയ്ക്കും പൂച്ചയ്ക്കും വിട്ടുകൊടുക്കാതെ ഞാൻ എന്റെ ഒക്കത്തെടുത്ത ആശുപത്രി കൊണ്ടുപോയ. എവിടെ ഇരുത്തി? ഞാൻ എന്റെ ഒക്കത്തെടുത്ത 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രി കൊണ്ടുപോയെ. എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ. എത്ര?
എങ്ങ കൊണ്ടുപോയില്ല, ഇവിടെ കിടന്ന് പാരസെറ്റമോള് കലക്കി തന്ന്. ആ അങ്ങനെ പറ, നീ അങ്ങനെ പറയടി. നീ എന്നെ കൊണ്ട് കടത്തി എന്നുള്ള കാര്യം നീ പറയില്ല കേട്ടോ. അല്ലെങ്കിലും മുതലാളിക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹമില്ല. ഞാൻ പിണക്കവാ. എന്തിനാ ഞാൻ ഇന്നലെ നല്ല ഒന്നാന്തരം മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് മുതലാളിയെ കാണിക്കാൻ ഒരുങ്ങി റെഡിയായി വന്നപ്പോ പുറത്ത് വാഴയ്ക്കപ്പ റെഡി എന്നുള്ള ബോർഡ് വെച്ചേക്കുന്ന ഈ മനുഷ്യൻ ഒരു ഫിഗർ ചെയ്യുമ്പോ നമ്മൾ അതിന്റെ സപ്പോർട്ട് തരണ്ട. വലിയ സപ്പോർട്ടായി പോയി. അത് മാത്രോ, ഇന്ന് ഇത്രയും നേരമായിട്ട് ഞാനൊരു ആഹാരം കഴിച്ചിട്ടില്ല. ഈ ചില്ലലമാരക്കകത്ത് പുട്ടും ദോശ ഇഡലിയൊക്കെ വെച്ചിട്ട് ഒന്നുമില്ലെന്ന് മുതലാളി എന്നോട് കള്ളം പറഞ്ഞു. എടി മണ്ടി, അത് പുട്ടും ദോശയൊന്നും അല്ലെന്ന്. ഞാൻ നാട്ടുകാരെ പഠിക്കാൻ വേണ്ടി ആഹാരത്തിന്റെ ഫ്ലക്സ് അടിച്ചു വെച്ചേക്കുന്നു. അതല്ല, കാലത്ത് അതിന്ന് 2 ദോശ ഞാൻ എടുത്ത് തിന്നിട്ട് ഒരു രുചിയില്ലായിരുന്നു. ഓ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റ്. എന്താണ് ഇവിടെ ഒരു കരിഞ്ഞ മണം? അടുപ്പത്തിരുന്ന മീൻ കരിഞ്ഞു മുതലാളി. അതും കരിച്ചാടി നീ എടുത്ത് കളയട്ടെ? വേണ്ട, ആ കരിമീൻ എടുത്തിട്ടേ ഒതുങ്ങി നമുക്ക് അഖിൽ കരിമീന് കൊടുക്കാം. അല്ല, അഖിൽ കരിയൂരിന് കൊടുക്കാം. പുള്ളിയെ നമുക്ക് പറ്റിക്കാം. ചിരിക്കണ്ട, ഇന്നത്തെ ശമ്പളം കട്ടാണ്. മുതലാളി കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിലും എന്റെ മുതലാളി ശമ്പളം എന്നൊരു വാക്ക് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. എന്നാലേ ആ അടുപ്പ് പോയി ഊതിച്ചല്ലേ പോ. ജോലി ചെയ്യാൻ മാത്രം പറഞ്ഞുകൂടാ. മുതലാളി ഇങ്ങനൊക്കെ പറയുന്നു. ഇന്നലെ ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നൊരു കോടീശ്വരൻ എന്റെ മീൻകറി കൂട്ടിയിട്ട് മുതലാളിയുടെ വിസിറ്റിംഗ് കാർഡ് മാറ്റണ്ടാ പോയേക്കുന്നേ. അപ്പൊ ആ കോടീശ്വരനല്ലേ ഇന്നലെ രാത്രി തൊട്ട് വെളുക്കണ വരെ എന്റെ തന്തയ്ക്ക് ഫോണിൽ കൂടെ വരുന്ന കസ്റ്റമർ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. മുതലാളി പറ, ഞാൻ വെക്കുന്നത് മുതലാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്തുവാ? നീ ഉണ്ടാക്കുന്ന 2 വിഭവമുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പച്ചടിയും കിച്ചടിയും ആയിരിക്കും. അല്ല, പച്ചവെള്ളം വാഴയിലേ. മുതലാളി എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ഈ പാചക വൈവിധ്യം ലോകം മുഴുവൻ അറിയിക്കാൻ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മുതലാളി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടനും അടിക്കണം. നമ്മളെ ഇതെന്റെ ഫോണാണേ, ഇതിൽ യൂട്യൂബ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് പിടി. എനിക്ക് വേണ്ട. എടി നീ നോക്കിക്കാതെ പോയി അടുപ്പിലോകരി. അത് മാത്രം പറയല്ലേ മുതലാളി. അങ്ങനെ ഞാൻ ഈ പുകയ്ക്കുള്ളിൽ കിടന്ന് നീർ തീരേണ്ടവളല്ല. നാളെ ലോകം അറിയേണ്ട നല്ല ഒന്നാന്തരം ഒരു നർത്തകിയ നിന്റെയൊക്കെ നൃത്തം ഉണ്ടല്ലോടി, അതുണ്ടായത് തന്നെ ഈ അടുക്കളയെന്നാ. എങ്ങനെ? നിനക്ക് സംശയം ഉണ്ടാ? ഉണ്ട്. മ്യൂസിക് ഇടന്നാ. ആദ്യം നമ്മൾ മച്ചിൽ നിന്ന് വിറകെടുക്കുക, ശേഷം അടുപ്പിലോട്ട് വെക്കുക. തീ കത്തിയ അപ്പൊ അരമണ്ടലത്തിരുന്ന് ഊതുക. ഊതി കഴിയുമ്പോ 2 കഷ്ണം കനൽ നമ്മുടെ കാലെ വീഴും. പിന്നെ നമ്മൾ മാവെടുക്കുക, പരിപ്പെടുക്കുക, അത് രണ്ടും ചേർത്ത് പരത്തുക, ശേഷം എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ നല്ല ചൂട് പരിപ്പ് വട റെഡി. എടി ഇത് മാത്രമല്ലെന്ന്, നമ്മുടെയൊക്കെ നാടോടി നൃത്തമില്ലടി, അതും ഈ ഹോട്ടലിൽ നിന്നുണ്ടായടി. എന്നാ ഒന്ന് കാണണമല്ലേ? അടിയാ സംഭവം എന്ന് വെച്ചാലേ, അത് ഉച്ചയാകുമ്പോഴത്തേനും ഒരു 100-100 പേര് എന്റെ ഹോട്ടലിൽ ഇടിച്ചങ്ങ് വരും. അപ്പൊ ഞാൻ ഈ വിളമ്പം എടുക്കുന്ന സമയമുണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ നാടോടി നൃത്തം ഉണ്ടായത്. സംശയമുണ്ടോ? സംശയമുണ്ട്. അതും മുതലാളി കാണിച്ചു തരാം. അണ്ണാ മ്യൂസിക് ഇടന്നാ. കളകളം പാടുന്ന പപ്പടം, ചേന പപ്പടം, മുളക് പപ്പടം, കുഞ്ഞ പപ്പടം, പിന്നെ കടുമുറ തിന്നുവാൻ മസാല പപ്പടം. പപ്പടം വേണമയ്യാ, പണ്ടാരത്തി മുത്തുലക്ഷ്മി. വെള്ളം എന്താടി? സൂപ്പർ മുതലാളി, പൊളി. അയ്യോ എന്തുവാണ് മുതലാളിയോട് ആര് പറഞ്ഞു അച്ചാറിടാൻ കൊണ്ടുവച്ചിരുന്ന വിനാഗിരി എടുത്ത് കുടിക്കാൻ? മുതലാളി എന്തിനാ മുതലാളി ടെൻഷൻ ആവുന്നേ? മുതലാളിയെ സ്പൂണിട്ട് ഇളക്കാതിരുന്ന 1 മാസം വരെ പൂപ്പല് കയറാതിരിക്കും. നിൽക്കുന്ന സമയത്ത് ആരെയും വിളിക്കുന്നത്? ഹലോ ഹലോ, താങ്ക് യു സാർ. താങ്ക് യു. എന്റെ കടയുടെ കാണാൻ പോയ പൂട്ടുണ്ടാക്കല്ലേ, അത് കിട്ടിയെന്ന്. നീ ഇന്നലെ ഇവിടുന്ന് ഒരു തലക്കറി ഭാഷയായിട്ട് കൊടുത്തില്ലായിരുന്നു? പുള്ളിയുടെ ആ കറിക്കകത്തുണ്ടായിരുന്നു. എന്തോ ചെയ്യും മുതലാളി? അവര് കൊണ്ടുപോയി കേസ് കൊടുക്കത്തില്ലയോ? ഇല്ലെന്ന്. ആ പുള്ളിക്ക് ആ പൂട്ടുണ്ടാക്കലിട്ട് തലക്കറി ഒന്നോടെ വേണമെന്ന് ഒരു പ്ലേറ്റ് കൂടെ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്ത് പുതിയൊരു ബോർഡ് വെക്കട്ടെ മുതലാളി? എന്ത്? പൂട്ടും താക്കോലും ഇട്ട തലക്കറി റെഡി.
ഇറക്കുമെന്ന് പറഞ്ഞാൽ ഇറക്കിയിരിക്കും വിത്ത് കൗണ്ടർ. തെക്കേക്കാർക്ക് നല്ല കഴിവാണ് കേട്ടാ. കഴിവുള്ളവരെ കൊണ്ടുവരാനുള്ള കഴിവ്. അതെ, അതാണ് വേണ്ടത്. പക്ഷെ ഒരബദ്ധം ഏത് പോലീസുകാരും ഒരു പ്രാവശ്യം പറ്റുള്ളൂ. അത് ഒറ്റ പറ്റി. കയ്യിലെ ചേച്ചി ഡാൻസ് ഒന്നുകൂടെ കാണണം ചേച്ചി, ഞങ്ങളുടെ സെക്കൻഡ്. അല്ല, അതിനു മുമ്പേ സൂപ്പർ പെയറിംഗ്. അടിപൊളിയായിരുന്നു. സൂപ്പർ പെയറിംഗ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പറ്റി അത് നമുക്ക് തോന്നി ബാധിച്ചിട്ടില്ല. അതെ, നമുക്ക് ബാധിച്ചേ ഇല്ല. ബിക്കോസ് സൂപ്പർ, നിങ്ങളുടെ എല്ലാം എവറിത്തിങ് വാസ് ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കണ്ടത്. എന്തൊരു സൂപ്പർ ഡാൻസ് ആയിരുന്നു, സീരിയസ്ലി. യുനോ, അഞ്ജനേന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താ പറയുക, അഞ്ജന ഫുൾ ബോഡി യൂസ് ചെയ്യുന്ന അതേപോലെ ഒരു പാർട്ട്ണർ കിട്ടി. ഫുൾ ബോഡി യൂസ് ചെയ്യുന്നത്. ആര് പറഞ്ഞു എന്ത് വെയിറ്റ്, വാട്ട് ഈസ് വെയിറ്റ് ഇസ് ജസ്റ്റ് എ നമ്പർ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, എവറിത്തിങ് ഇസ് ജസ്റ്റ് ഒരു കാര്യം പറയാമോ? ഡാൻസ് ഇല്ല, ഡാൻസ്. തന്തം പപ്പടം പൊടി പപ്പടം എണ്ണയിൽ കളകളം പാടുന്ന പപ്പടം കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം ആനപ്പപ്പടം തേനപ്പപ്പടം മുളക് പപ്പടം കുഞ്ഞ പപ്പടം പിന്നെ കറുമുറ തിന്നുവാൻ മസാല പപ്പടം പപ്പടം വേണമയ്യാ പണ്ടാരത്തി മുത്തുലക്ഷ്മി. എന്റെ ചേച്ചി ശരിക്കും ഈ ക്യാമറ തിരിച്ചായിരുന്നു വെക്കണ്ടേ, ടു സീ ദ ഹോൾ ക്രൂ മെമ്പേഴ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ സുബീഷിന്റെ ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ പറയെങ്കിലും എന്നാ അടിപൊളിയുടെ ഡാൻസ് കളിക്കണേ. ചുട്ടുമണി തൂക്കി. അഞ്ജന പറയൂ, എന്താ പറയാനുള്ളത്? എന്റെ കൂടെ ആദ്യം വേറെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പുള്ളി പെട്ടെന്ന് പോയതുകൊണ്ട് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടാണ് സുബീഷ് സ്ക്രിപ്റ്റ് പഠിച്ച് എന്റെ കൂടെ ജോയിൻ ചെയ്തത്. അഞ്ജന പറയൂ, കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് അല്ലേ ചോയ്സ്? നന്നായി പെർഫോം ചെയ്തില്ലേ? തീർച്ചയായിട്ടും. അതാണ് ഈ മണീന്റെ എല്ലാം ഡ്യൂട്ടി മാറ്റി ഇനി ആസ്വദിക്കാൻ പോണ മണിയായി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ബാറ്ററി എടുത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചുരി ദുരിതമുണ്ടന താളത്തിൽ ഞാൻ അടിപൊളി, സൂപ്പർ. 38,000 rupees ആണ് നേടിയിരിക്കുന്നത്. ശ്വേതേച്ചി ചൂടോടെ കൊടുത്തോ. Okay, 38000. അങ്ങനെ ഞങ്ങളുടെ സ്കിറ്റ് എന്ന് പറയുന്നത് ഒരു എന്റർടൈനിങ് സ്കിറ്റ് ആയിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, കൗണ്ടർ ഉണ്ടായിരുന്നു, ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പാചകം ഉണ്ടായിരുന്നു, വാചകം ഉണ്ടായിരുന്നു. അതിനെയാണ് സ്കിറ്റ് എന്ന് പറയുന്നത്.